ഇറാനിലെ ആഭ്യന്തര കലാപം രൂക്ഷമായിരിക്കെ ഖത്തറിലെ വ്യോമതാവളത്തിൽ US സൈനിക നീക്കങ്ങൾ വർദ്ധിപ്പിച്ചതായി റിപ്പോർട്ട്. യുഎസിന്റെ ഖത്തറിലെ അൽ ഉദായിദ് വ്യോമതാവളം കേന്ദ്രീകരിച്ച യുദ്ധവിമാനങ്ങളുടെ സാന്നിധ്യമടക്കം വർദ്ധിച്ചതായാണ് ഇന്ത്യ ടുഡേ റിപ്പോർട്ട് ചെയ്യുന്നത്. ഇറാനിൽ നിന്ന് 200 മുതൽ 300 കിലോമീറ്റർ അകലെയായി സ്ഥിതി ചെയ്യുന്ന യുഎസിന്റെ ഏറ്റവും വലിയ സൈനിക താവളങ്ങളിലൊന്നാണ് അൽ ഉദായിദ്. ഞായറാഴ്ച രാത്രി B-52 ബോംബർ വിമാനങ്ങളടക്കം അൽ ഉദായിദ് വ്യോമതാവളത്തിൽ നിന്ന് പറന്നുയർന്നതായി ഇസ്രയേലി മാധ്യമങ്ങളെ ഉദ്ധരിച്ച് റിപ്പോർട്ടുകൾ പുറത്തു വന്നിരുന്നു. ഇറാൻ വിഷയത്തിൽ നയതന്ത്ര മാർഗത്തിലൂടെയുള്ള പരിഹാര മാർഗങ്ങൾ തേടുമെന്ന് US ആവർത്തിച്ചു പറയുമ്പോഴും ഇതിനൊപ്പം സൈന്യത്തെ പൂർണ്ണസജ്ജമാക്കുന്ന നടപടിയും തുടരുകയാണെന്ന വിലയിരുത്തലുകളുണ്ട്. ഇറാനിലെ നിലവിലെ സാഹചര്യത്തിൽ തങ്ങളുടെ പൗരന്മാർ ഉടൻ രാജ്യം വിടണമെന്നും US നിർദ്ദേശം നൽകിയിട്ടുണ്ട്. 10,000-ലേറെ US സൈനികരാണ് അൽ ഉദായിദ് വ്യോമതാവളത്തിലുള്ളത്. കഴിഞ്ഞ വർഷം ജൂണിൽ ഈ വ്യോമതാവളം ലക്ഷ്യമിട്ട ഇറാൻ ആക്രമണം നടത്തിയിരുന്നു. ഇറാനിലെ ആണവ കേന്ദ്രങ്ങൾ US ആക്രമിച്ചതിന് പിന്നാലെയാണ് USന്റെ സൈനിക താവളത്തിന് നേരെ ഇറാൻ മിസൈൽ ആക്രമണം നടത്തിയത്. എന്നാൽ ഈ ആക്രമണത്തെ ഫലപ്രദമായി പ്രതിരോധിച്ചതായി USഉം ഖത്തറും അറിയിച്ചിരുന്നു. ഇറാനിൽ ശക്തമായ നടപടികൾ ആലോചിക്കുന്നതായി US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് കഴിഞ്ഞ ദിവസം പറഞ്ഞിരുന്നു. പ്രതിഷേധക്കാരെ കൊല്ലുന്നത് തുടർന്നാൽ ഇറാനിൽ US സൈനിക നടപടിക്കിറങ്ങുമെന്നും ട്രംപ് വ്യക്തമാക്കി. അതേസമയം യുദ്ധമായാലും ചർച്ചയായാലും രണ്ടിനും ഇറാൻ തയ്യാറാണെന്നായിരുന്നു വിദേശകാര്യമന്ത്രി അബ്ബാസ് അരാഗ്ചി കഴിഞ്ഞ ദിവസം പറഞ്ഞത്. ഇതോടെ USഉം ഇറാനും തമ്മിൽ ചർച്ചയുണ്ടാകുമെന്നും റിപ്പോർട്ടുകളുണ്ടായി. ചർച്ചയ്ക്കായി ഇറാൻ തന്നെ വിളിച്ചു പറഞ്ഞതായി ട്രംപ് അവകാശപ്പെട്ടു. അവരുമായി ഉടൻ US കൂടിക്കാഴ്ച നടത്തുമെന്നും എന്നാൽ കൂടിക്കാഴ്ചയ്ക്ക് മുൻപായി ഇറാനിൽ എന്ത് സംഭവിക്കുന്നെന്നോ അനുസരിച്ച് പ്രതികരിക്കുമെന്നും ട്രംപ് പറഞ്ഞിരുന്നു. ഇക്കാര്യങ്ങളെല്ലാം പറഞ്ഞതിന് പിന്നാലെയാണ് ഇറാനുമായി വ്യാപാരം നടത്തുന്ന രാജ്യങ്ങൾക്ക് ട്രംപ് 25% തീരുവ പ്രഖ്യാപിച്ചത്. ഇറാനുമായി വ്യാപാര ബന്ധമുള്ള രാജ്യങ്ങൾ അമേരിക്കയുമായി നടത്തുന്ന ഏതൊരു ഇടപാടിനും 25% തീരുവ നൽകണമെന്നായിരുന്നു ട്രംപിന്റെ പ്രഖ്യാപനം. ഇറാനിൽ എന്ത് ചെയ്യണമെന്ന് ചർച്ച ചെയ്യാൻ മുതിർന്ന ഉപദേഷ്ടാക്കളുമായി ട്രംപ് ചർച്ച നടത്തുന്നുണ്ട്. അതിൽ സൈനിക നടപടി, രഹസ്യ സൈബർ ആക്രമണം, ഉപരോധം വർദ്ധിപ്പിക്കൽ, ഇറാൻ ഭരണകൂട വിരുദ്ധ ഉറവിടങ്ങളെ ഓൺലൈനായി സഹായിക്കൽ എന്നിവ പരിഗണിക്കുമെന്ന ഒരു US ഉദ്യോഗസ്ഥരെ ഉദ്ധരിച്ച റിപ്പോർട്ടുകൾ പുറത്തുവന്നു. അതിനിടെ ഇറാനിലെ സ്ഥിതിഗതികൾ നിയന്ത്രണ വിധേയമാണെന്നായിരുന്നു വിദേശകാര്യമന്ത്രി അബ്ബാസ് അരാഗ്ചിയുടെ അവകാശവാദം. പ്രക്ഷോഭത്തെ അപലപിച്ചുകൊണ്ട് ഇറാൻ ഭരണകൂട അനുകൂലികൾ തിങ്കളാഴ്ച റാലി നടത്തി. രാജ്യത്തെ ക്രമസമാധാന നില നിലവിൽ നിയന്ത്രണ വിധേയമാണെന്ന് അരാഗ്ചി അവകാശപ്പെട്ടു. വിലക്കയറ്റം, ഇറാൻ റിയാലിന്റെ മൂല്യത്തകർച്ച എന്നിവയ്ക്കെതിരെ ഡിസംബർ 28-നാണ് ഇറാൻ ജനത തെരുവിലിറങ്ങിയത്. അത് ഭരണവിരുദ്ധ പ്രക്ഷോഭമായി പരിണമിക്കുകയായിരുന്നു. രാജ്യത്തിന് നേരെ USന്റെ സൈനിക ഇടപെടൽ ഭീഷണി തുടരുന്നതിനിടെ യുദ്ധത്തിന് സജ്ജമാണെന്ന മുന്നറിയിപ്പുമായി ഇറാനും രംഗത്തെത്തിയിരുന്നു. എന്നാൽ ഒരു ആക്രമണത്തിന് തുടക്കമിടാൻ തങ്ങൾക്ക് താൽപര്യമില്ലെന്നും ഇറാൻ വിദേശകാര്യമന്ത്രി പറഞ്ഞു. രാജ്യത്തെ ഇന്റർനെറ്റ് വിലക്കിനെ ന്യായീകരിച്ച അബ്ബാസ് ഭീഷണികൾ ഒഴിയും വരെ നിയന്ത്രണങ്ങൾ തുടരുമെന്നും പറഞ്ഞു. അതേസമയം ഡിസംബർ 28 മുതൽ ഭരണകൂട വിരുദ്ധ പ്രക്ഷോഭത്തിനിടെ കൊല്ലപ്പെട്ടവരുടെ എണ്ണം 572 ആയെന്ന് വിവിധ സംഘടനകൾ പറയുന്നു. 10,681 പേർ അറസ്റ്റിലായി. മരണം ഉയരുന്ന സാഹചര്യത്തിൽ ഇറാനിൽ ഇടപെടുന്നതിനുള്ള ശക്തമായ മാർഗങ്ങൾ പരിഗണിക്കുകയാണെന്ന് ട്രംപ് ഭീഷണി ആവർത്തിച്ചു. പ്രതിഷേധക്കാരെ ക്രൂരമായി അടിച്ചമർത്തുന്നതിന്റെ പേരിൽ ഇറാൻ ഉദ്യോഗസ്ഥർക്ക് മേൽ കൂടുതൽ ഉപരോധങ്ങൾ ചുമത്താനുള്ള നീക്കത്തിലാണ് യൂറോപ്യൻ യൂണിയൻ. തന്റെ ഭീഷണികൾക്ക് പിന്നാലെ ഇറാൻ ഉദ്യോഗസ്ഥർ ചർച്ചയ്ക്ക് സന്നദ്ധത അറിയിച്ചെന്ന് ട്രംപ് പറഞ്ഞു. ഇറാൻ ഉദ്യോഗസ്ഥരെ കണ്ടേക്കുമെന്നും പറഞ്ഞു. ആശയവിനിമയത്തിനുള്ള വഴികൾ അടഞ്ഞിട്ടില്ലെന്ന് ഇറാനും സൂചിപ്പിച്ചു. ബ്രിട്ടൻ, ജർമ്മനി, ഫ്രാൻസ്, ഇറ്റലി എന്നീ രാജ്യങ്ങളുടെ അംബാസിഡർമാരെ വിളിച്ചുവരുത്തി പ്രതിഷേധം ഇറാൻ അറിയിച്ചിരുന്നു. പ്രക്ഷോഭകരെ പിന്തുണച്ചതിനാണ് നടപടി. പ്രക്ഷോഭകർ പള്ളികളടക്കം കത്തിക്കുന്നതിന്റെ ദൃശ്യങ്ങൾ ഇറാൻ കൈമാറി. പ്രക്ഷോഭകർ സമാധാനപരമായല്ല പ്രവർത്തിക്കുന്നതെന്നും വിദേശ മാധ്യമങ്ങൾ നുണ പ്രചരിപ്പിക്കുന്നെന്നും ഇറാൻ ആരോപിച്ചു. ന്യൂസ് ഡെസ്ക്, കേരള കൗമുദി.